ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എർട്ടിഗ 2016 മോഡൽ സ്മാർട്ട് ഹൈബ്രിഡ് വാഹനം വന്നിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ മാറാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈമിംഗ് ചെയിൻ മാറണമെങ്കിൽ ഈ കാണുന്ന IST മോട്ടർ ഇളക്കി മാറ്റണം. ഇളക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ടൈമിംഗ് ചെയിൻ അടിപൊളിയായിട്ട് നമുക്ക് മാറാൻ കഴിയത്തുള്ളൂ. ഈ IST മോട്ടറിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ. ഇതാണ് സ്മാർട്ട് ഹൈബ്രിഡിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ബെൽറ്റ് പൊട്ടിയാണ് വന്നത്. ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബെൽറ്റ് പൊട്ടി വന്നതുകൊണ്ട് വാഹനത്തിന് ബാറ്ററി ചാർജ് ചെയ്യുന്നു. അങ്ങനെ വണ്ടി കെട്ടിവലിച്ച് കൊണ്ടുവന്നതാണ്. അതിനോടൊപ്പം 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ടൈമിംഗ് ചെയിൻ കൂടി മാറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SHVS എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഫുൾ ഫോമാണ് സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം എന്നും. പിന്നെ ഈ ഒരു വാഹനത്തിന് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതിലൊരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ഒരു വാഹനത്തിന് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. IST മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജനറേറ്ററാണ്. ഈ ഒരു കാണുന്ന മോട്ടർ ജനറേറ്ററാണ്, ഓൾട്ടർനേറ്ററാണ്, സ്റ്റാർട്ടറാണ്. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു IST മോട്ടറായിട്ട് ഉദ്ദേശിക്കുന്നത്. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിഗ്നലിലൊക്കെ നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് ചവിട്ടി ന്യൂട്രാക്കി ഇരിക്കുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും പിന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന IST മോട്ടറാണ്. ഇതിൽ കറങ്ങുന്ന ബെൽറ്റാണ് എഞ്ചിനെ ഡ്രൈവ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂവല് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതാണ് ഈ ഹൈബ്രിഡിനുള്ള സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ബെൽറ്റിൻ്റെ രീതി എന്ന് വെച്ചാൽ ബെൽറ്റ് 30,000 കിലോമീറ്റർ കൂടുമ്പോൾ വാഹനത്തിന് മാറി കൊടുക്കണം എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ അങ്ങനെ ആരും ചെയ്യത്തില്ല. ഒരു 50,000 കിലോമീറ്റർ എങ്കിലും നിങ്ങളുടെ വാഹനത്തിന് ബെൽറ്റ് മാറേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു വാഹനം സ്മാർട്ട് ഹൈബ്രിഡായിട്ട് വർക്ക് ചെയ്യാനും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിൽ 80 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞാൽ വാഹനത്തിൽ കുറച്ച് ഫ്യൂവൽ കുറച്ചുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ഡ്രൈവ് എഞ്ചിനിലോട്ട് കൊടുക്കുന്നതായിരിക്കും. 2 കാര്യങ്ങളാണ് ഈ ഒരു IST മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ കാണാം. പുതുതായിട്ട് ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലോക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു IST മോട്ടർ വർക്ക് ചെയ്യുന്ന രീതി ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഓൾട്ടർനേറ്ററിനെ വലുതാക്കി ജനറേറ്ററാക്കി സ്റ്റാർട്ടറാക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു IST മോട്ടർ. ഇതിലൊരു സ്പ്രിങ് ലോഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബെൽറ്റിനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്ന അഡ്ജസ്റ്ററാണ്. പിന്നെ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി വരുന്നുണ്ട്, 2 ഐഡിയലർ പുള്ളി വരുന്നുണ്ട്, അഡ്ജസ്റ്ററും വരുന്നുണ്ട്. അഡ്ജസ്റ്റർ ഐഡിയലർ പുള്ളി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ഹോൾസ് ഈ ഒരു ഓൾട്ടർനേറ്ററിൻ്റെ ഈ ഒരു അഡ്ജസ്റ്ററിൽ വരുന്നുണ്ട്. കണ്ടോ, 2 ഹോൾസ് വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എന്നാലും വീണ്ടും ഞാൻ പറയുകയാണ് 2 ഹോൾസ് വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ആൾട്ടർനേറ്ററിൻ്റെ ബോഡിയിൽ ഈ ഒരു ജനറേറ്ററിൻ്റെ ബോഡിയിൽ ഒരു ഹോളുണ്ട്. ഈ കാണുന്ന ഹോൾസ് ഉണ്ടോ, ഈ ബോഡിയിൽ കാണുന്ന ഈ ഒരു ഹോൾസ്, ഈ കാണുന്ന ഹോൾസിൽ നമുക്ക് ഈ ഒരു ഐഡിയലർ പുള്ളിയുടെ അടുത്തായിട്ടുള്ള ഹോൾസിൽ നമുക്ക് ഇതിൽ ലോക്ക് ചെയ്യണം. ആദ്യം തന്നെ ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങും കേട്ടോ. ഈ ഒരു അഡ്ജസ്റ്റർ പുള്ളി ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുമ്പോൾ ഈ ബെൽറ്റ് പൊട്ടുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ബെൽറ്റ് മാറേണ്ട, ടൈമിംഗ് ചെയിൻ ഇളക്കാനായിട്ട് ബെൽറ്റ് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇളക്കണമെങ്കിലും വേറൊരു മെത്തേഡുണ്ട്. ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഒരു ചെറിയൊരു അലങ്കി എന്തെങ്കിലും ഒരു എടുക്കുക. ഈ ഒരു ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹോൾസ് ഉണ്ട്. ഐഡിയലർ പുള്ളിയുടെ ഹോൾസുമായിട്ട് നമ്മൾ ലോക്ക് ചെയ്യണം. 2 ഹോൾസായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് അനങ്ങത്തില്ല, ലോക്കായി. നമുക്ക് ഈ കാണുന്ന ഒരു 16-ൻ്റെ ഒരു റിങ്സ് എടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ട് 2 പേര് ഈ ഒരു ഓൾട്ടർനേറ്ററിനെ പിടിക്കേണ്ടി വരും. നല്ല ലോഡാണ്. ഈ കാണുന്ന ഈ ഒരു എഡ്ജ് പോലത്തെ ഒരു ലോക്ക് കണ്ടോ, ഈ കാണുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ലോക്ക്. ഈ ലോക്ക് നമുക്ക് ഈ ഒരു ഐഡിയൽ പുള്ളി ഒരു സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കറക്കി ബാക്കിലോട്ട് കറക്കി എടുക്കുമ്പോൾ 2 പേര് ഓൾട്ടർനേറ്റർ പിടിക്കുമ്പോൾ ഈ ഒരു സ്പ്രിങ് ലോഡാവും. ഈ ഒരു ത്രികോണാകൃതിയിലുള്ള ഈ ഒരു ലോക്ക് ഈ ഒരു ഹോൾസിൻ്റെ ഇപ്പുറത്താകുമ്പോൾ നമുക്ക് ഈ അലങ്കി ഫിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. പിടിച്ചോളൂ, 2 പേര് പിടിച്ചു. ഒരാൾ ഇതിൻ്റെ ലോക്ക് ഒന്ന് സെറ്റ് ചെയ്തൂടെ. കണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, സൂപ്പറായിട്ട് നമുക്ക് ഇതിലോട്ട് ഇത് വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ മാത്രം മതി ഇത് ലോക്ക് ഇടാനും അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും. പക്ഷേ ഇതിൽ ലോഡ് ഉള്ളത് കൊണ്ട് 2 പേര് പിടിച്ചുകൊണ്ടാണ്. ഓക്കെ, ലോക്കായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലങ്കി ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആദ്യം കൊടുത്തിരുന്ന അലങ്കി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് വീണ്ടും കറങ്ങും. ഇപ്പോൾ നമ്മൾ ടെൻഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്പ്രിങ്ങിനെ ലോഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമുക്കിതിൽ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ലോക്ക് ഈ ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ
ഇത് ബാക്കിലോട്ട് പോകുമ്പോൾ ഈ ലോക്ക് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടൈറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ISG മോട്ടറിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് സിമ്പിളാണ്, ഈസിയാണ്, നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം ഈ ചേസിൽ കാണുന്ന ബോഡിയിൽ കാണുന്ന ഹോൾസുമായിട്ട് ഈ ഐഡിയൽ പുള്ളിയുടെ ഹോൾസും ലോക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഐഡിയലർ വാഹനത്തിന് ഇൻസ്റ്റാൾ ആണെങ്കിൽ നമുക്ക് ഒരാളെ മാത്രം മതി. ബാക്കിലോട്ട് പിടിക്കുമ്പോൾ ഈ സ്പ്രിങ് ലോഡാവും. അങ്ങനെ ഈ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ലോക്ക് ഫ്രണ്ടിലോട്ട് വരികയും ആ ഹോൾസിനെ ലോക്ക് ചെയ്ത് നിർത്തുകയും ഈ ഒരു ടെൻഷൻ ഐഡിയലർ പുള്ളിയുടെ ഈ ഒരു ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് സ്പ്രിങ് ലോഡാവുകയും നമുക്ക് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിന് ബാക്കിലോട്ട് പോയി ഫിക്സ് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ഞാനിത് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് പറയാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബെൽറ്റാണ് നമുക്ക് ഇതിൻ്റെ സ്മാർട്ട് ഹൈബ്രിഡ് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ്. പക്ഷേ ഇതിന് നല്ല ലോഡിങ് കൊടുത്തിട്ടുണ്ട്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതാണ് എഞ്ചിനെ പിടിച്ച് കറക്കി കൊടുക്കുന്നത്. എപ്പോഴും ഇല്ല കേട്ടോ, ഇത് ഞാൻ പറഞ്ഞ സമയത്താണ്. എന്ന് വെച്ചാൽ ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് സിഗ്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ഓഫ് ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ISG മോട്ടറാണ്. ഈ മോട്ടറിനെ കറക്കി എഞ്ചിനെ കറക്കി കൊടുക്കുന്നതും ഈ ഒരു ബെൽറ്റാണ്. അപ്പോൾ എത്രത്തോളം ലോഡ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ആ ഒരു ബെൽറ്റാണ് നമ്മളിപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോയത്. അപ്പോൾ ഇത് 1,00,000 കിലോമീറ്റർ കഴിഞ്ഞൊരു വാഹനമാണ്. 1,30,000 കിലോമീറ്റർ കഴിഞ്ഞൊരു വാഹനമാണ്. ഇത് രണ്ടാമത്തെ ബെൽറ്റാണ് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഇതുപോലെ ആദ്യം പൊട്ടിപ്പോയി. ഇത് കസ്റ്റമറിന് അറിഞ്ഞുകൂടാ. ഇത് അറിയാത്തത് കൊണ്ട് വീണ്ടും ബെൽറ്റ് വാങ്ങിച്ചിട്ട് വീണ്ടും പൊട്ടി. അപ്പോൾ പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ബാറ്ററിയിലുള്ള ചാർജ് ഫുള്ളായിട്ട് തീർന്നു പോകും. ബാറ്ററിയിലോട്ട് ചാർജ് കയറത്തില്ല. തീർന്നു പോയി കഴിഞ്ഞാൽ വാഹനം പിന്നെ സ്റ്റിയറിംഗ് കട്ടായി, ബ്രേക്ക് കട്ടായി, വാഹനം ഓഫായി പോകും. പിന്നെ വേറൊരു ബാറ്ററി കൊണ്ടുവന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അത് വഴിയിലൊക്കെ ആവുന്ന ഒരു കേസാണ്. അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവത്തില്ല. ഇത് ഒറ്റ ബെൽറ്റാണ്. AC-ക്കും അതുപോലെ തന്നെ വാട്ടർ പമ്പിനും സെപ്പറേറ്റ് ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 ബെൽറ്റ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ISG മോട്ടറിൻ്റെ ബെൽറ്റ് പൊട്ടാൻ സാധ്യതയുണ്ട്. കമ്പനി 30,000 കിലോമീറ്റർ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 40,000 ഒരു 50,000 കിലോമീറ്ററിനകത്ത് വെച്ച് തന്നെ നിങ്ങൾ മാറാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമ്മുടെ മാരുതിയുടെ ജെനുവൻ ബെൽറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 1752 2M 79 MA1 എന്നാണ് ഇതിൻ്റെ നമ്പർ. 915 രൂപ റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ബെൽറ്റിനൊരു നമ്പറുണ്ട്. ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 6PK ആണ് പറഞ്ഞത് കേട്ടോ. 6PK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഗ്രൂസ് വരും. 2, 4, 6 ഗ്രൂസ് വരും. അതാണ് 6PK എന്ന് പറയുന്നത്. പിന്നെ 980 ഇതിൻ്റെ ബെൽറ്റിൻ്റെ നമ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇതിൻ്റെ പാർട്ട് നമ്പരൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു. ഇതിൻ്റെ ബെൽറ്റിൻ്റെ നമ്പറാണ് 6PK 980. അപ്പോൾ ഇതാണ് എൻ്റെ ബെൽറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇങ്ങനെയായിരിക്കും ബെൽറ്റ് വരുന്നത്. ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇത് എൻജിൻ പുള്ളിയിലോട്ടാണ് ഇത് ഘടിപ്പിച്ച് ലോഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അത് സെറ്റിങ്സ് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങളെ വാഹനത്തിന് ഹൈബ്രിഡ് ഉപയോഗിക്കുന്ന എല്ലാ വാഹനത്തിനും മാക്സിമം നിങ്ങൾ 30,000 40,000 കിലോമീറ്ററിനകത്ത് വെച്ച് തന്നെ ഈ ഒരു ബെൽറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വർക്കാവത്തില്ല. ബാറ്ററി ഡൗൺ ആയി ഓഫായി പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ സെറ്റിങ്സും അതുപോലെ തന്നെ ബെൽറ്റ് എങ്ങനെ മാറാം നിങ്ങൾ സ്വന്തമായിട്ട് ആരും അനുകരിക്കരുത്. അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ കാര്യം. അപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ മാറേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ എർട്ടിഗയിൽ ISG മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തു. ഈ കാണുന്ന ISG മോട്ടർ 3 ബോൾട്ടാണ് കേട്ടോ. മുകളിൽ ഒരെണ്ണം, താഴെ 2 മൊത്തം 3 ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം ഇതിലോട്ട്. ബെൽറ്റ് എപ്പോഴും എഴുത്ത് വരുന്ന ഭാഗം ഫ്രണ്ടിലോട്ടാണ് വരേണ്ടത്. ഇതിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഏത് പൊസിഷനിലാണ് കറങ്ങുന്നത് ആ സൈഡ് മാത്രമേ കണ്ടോ. നമുക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് കറങ്ങുന്നത് കണ്ടോ. ഇപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടായിരുന്നു. ബെൽറ്റ് അവിടെ ഐഡിയൽ പുള്ളി, അതുപോലെ തന്നെ ടെൻഷൻ ബെയറിങ്, ഓൾട്ടർനേറ്റർ, പിന്നെ എഞ്ചിൻ പുള്ളി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഐഡിയലർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എണ്ണം വരുന്നുണ്ട് ഇതിൽ. ഒരു ടെൻഷനറും 3 ഐഡിയലറുമാണ്. പിന്നെ ഓൾട്ടർനേറ്റർ, എഞ്ചിൻ പുള്ളി, ഇത്രയാണ് ഇതിൽ വർക്കിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ബെൽറ്റ് നമ്മൾ ലൂസാണ് കേട്ടോ. ബെൽറ്റ് ഇടുമ്പോൾ എപ്പോഴും നമുക്ക് ഫ്രീ ആണ്. ഇത്രയും ഫ്രീ വരും കണ്ടോ. ഇത്രയും ഫ്രീ ആണ്. ഇനിയാണ് ടൈറ്റിംഗ് പൊസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. നമുക്ക് നേരത്തെ ഘടിപ്പിച്ച് വെച്ചിരുന്ന ഒരു 16ൻ്റെ ഒരു ബോൾട്ടുണ്ട്. അത് നമ്മൾ ബാക്കിലോട്ട് നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ആവും. അല്ലെങ്കിൽ നമുക്ക് ഊരിയെടുക്കണം. ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റിങ്സ് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് നിർത്തും കണ്ടോ. ബെൽറ്റ് ടൈറ്റായി. ബെൽറ്റ് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചുകൂടി ടൈറ്റ് കൂടും. എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ലോഡ് കൂടുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് കൂടി വരും. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ടൈറ്റാണ്. ഇത് ലൂസ് ആവും തോറും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊസീജിയറാണ്.
ഈ ഒരു വണ്ടിക്കും അതുപോലെ തന്നെ സ്വിഫ്റ്റ് മാനുവൽ വണ്ടിക്കൊക്കെ വരുന്നത്. അത് ഓട്ടോമാറ്റിക് ടെൻഷനറുണ്ട് ഈ ഒരു സൈഡിലായിട്ട്, അത് മാത്രമേ വരത്തുള്ളൂ. ഇത് നമുക്ക് SHVS ആയതുകൊണ്ട് ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. പിന്നെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഈ ഓൾട്ടർനേറ്റർ ജനറേറ്റർ കറക്കി വിടുമ്പോൾ എഞ്ചിനും കൂടി കറങ്ങിയാണ് സ്റ്റാർട്ടാവുന്നത് ചില സമയത്ത്. അപ്പോൾ 2 രീതിയിലും വർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ 30,000 കിലോമീറ്റർ വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം ഓട്ടമുള്ളൊരു വാഹനമാണെങ്കിൽ നിങ്ങൾ മാറ്റാൻ വേണ്ടി നോക്കുക. പിന്നെ ഇതിൽ രണ്ടാമത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പമ്പ് AC കറങ്ങാനുള്ള ഒരു ബെൽറ്റാണ്. ഇതിന് ടെൻഷനറൊന്നും വരത്തില്ല. നമുക്ക് ഇതിൽ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് എഞ്ചിനൊന്ന് കറക്കുമ്പോൾ ഈ പുള്ളിക്കകത്ത് കയറി ഇൻസ്റ്റാൾ ആയിക്കോളും. അത്രയേ ഉള്ളൂ ഇതിന് വിഷയം. ഇനി നമുക്ക് എഞ്ചിൻ ഫൗണ്ടേഷൻ പിടിപ്പിക്കണം, ക്രാങ്കേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വാഹനം ഓയിൽ ഫിൽറ്റർ വിട്ട് സ്റ്റാർട്ട് ചെയ്യാം.